ഇനി വേറെ ഒന്നും വേണ്ട, ട്രെയിലറോ വേറെ ഒരു അപ്ഡേറ്റും വേണ്ട, നേരെ പോയി മാർച്ച് 27 സിനിമ കണ്ടാൽ മാത്രം മതി. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂമെന്റ്. കാരണം ഈ വർഷത്തെ തന്നെ മോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മൂവി, അതിന്റെ ടീസർ മാൻ അത് വേറെ ലെവലായിരുന്നു. കാത്തിരിപ്പിന്റെ ഒക്കെ ഒരു സുഖം ഉണ്ടല്ലോ, ഇങ്ങനെ കാത്തിരുന്ന് ഇതിന്റെ ഒരു അപ്ഡേറ്റ്, ഒരു ടീസർ. ഞാൻ 2 മിനിറ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ട്രെയിലർ ആയിരിക്കുന്നു, പക്ഷെ ടീസർ തന്നെ ഈ ലെവലാണെങ്കിൽ ട്രെയിലർ വേണ്ട. ഇൻ കേസ് ട്രെയിലർ വരുവാണെങ്കിൽ ട്രെയിലർ ഏത് ലെവലായിരിക്കും സിനിമ? പിന്നെ മാൻ അത് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ മൂമെന്റ്. എന്താണ് ഞാൻ കണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. കാരണം ഒരു മലയാള സിനിമ എന്ന് ഒരിക്കലും അറിയത്തില്ല. സ്റ്റാർട്ടിംഗ് ഫ്രെയിം ടു ദ ലാസ്റ്റ് ഫ്രെയിം ഇറ്റ്സ് ലൈക്ക് എൻ ഹോളിവുഡ് മൂവി. ഈച്ച് ആൻഡ് എവറി ഫ്രെയിം, ആ ഓരോ ഫ്രെയിംസ് എടുത്ത് നോക്കൂ, എൻ്റെ മോനെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ. അത് ഫ്രെയിംസ് ആയാലും ശരി, അതിന്റെ ഒരു പ്രസന്റേഷൻ ആയാലും ശരി, മാൻ അതൊക്കെ വേറെ ലെവലാണ്. ലൂസിഫർ എന്ന മൂവിയുടെ ആ ഒരു ക്യാൻവാസും അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരു 1000 മടങ്ങുണ്ട് എമ്പുരാൻ. അത് ഈ ടീസറിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അമ്മാതിരി ലെവലായിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഇതുവരെ റിലീസായാലും വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഞാൻ കേട്ടത്. കറക്റ്റ് അറിയത്തില്ല, അത് ഈ മൂവിയുടെ ടീസർ കണ്ടുമ്പോൾ തന്നെ മനസ്സിലായി ഏത് ലെവലാണെന്നുള്ള കാര്യം. ഇന്ത്യ ഇല്ലാന്നാണ് തോന്നുന്നത്. എനിക്കൊണ്ട് ഇന്ത്യയിൽ ഗുജറാത്തിലോ വേറെ എവിടെയൊക്കെ കുറച്ച് ലൊക്കേഷനുള്ളൂ, നമ്മുടെ ട്രിവാൻഡ്രത്തും ഉണ്ടായിരുന്നു. ഈ ടീസർ ഫുള്ള് കാണിച്ചിരിക്കുന്ന എബ്രോഡാണ്. ആൻഡ് അതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു മിലിറ്ററീസും ലാലേട്ടൻ വരുന്നതും ലാലേട്ടന്റെ കുറെ കിഡ്ലൻ ഫ്രെയിംസിന്റെ അയ്യൊരു കളിയാണ്. പിന്നെ ഡയലോഗ്സ് എനിക്ക് പിന്നെ ഓക്കെ പഴയ നമ്മളത് കേട്ട് നമുക്ക് ലൂസിഫർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടി വരുന്ന കുറെ ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റിൽ വന്നപ്പോൾ എന്തോ പോലെ. പക്ഷെ അതിനേക്കാളും ഈ ഒരു സിനിമയിലുള്ള കുറെ ഡയലോഗ്സ് വരുന്നെങ്കിൽ പൊളിച്ചേനെ. പക്ഷെ അത് കൊണ്ടുവരാത്തതിന്റെ മെയിൻ റീസൺ എന്തെങ്കിലും സസ്പെൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം, അതുകൊണ്ടായിരിക്കും അത് ബ്രേക്ക് ചെയ്യാത്ത. ആൻഡ് എന്റെ ഒരു എക്സൈറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് കം ബാക്ക് ഓഫ് ലാലേട്ടൻ. മാൻ അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ തിയേറ്ററിൽ പോയി ഭയങ്കര വൈബായിട്ട് ഭയങ്കര പൊളി, അതായത് മാൻ ഇതാണ്ട് ആ പടം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ലാലേട്ടൻ സിനിമ എന്ന് പറഞ്ഞാൽ ലൂസിഫർ ആണ്. അതിനുശേഷം ഒരുപാട് മൂവീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഓളം ഒന്നിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നേരായാൽ പോലും അത് അങ്ങനത്തെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന മൂവിയല്ല. പക്ഷെ അത് അടിപൊളിയായിരുന്നെങ്കിൽ നമുക്ക് ആ ലൂസിഫർ പോലെ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ടോപ്പ് ആവുന്ന ഒരു മൂവി അല്ലായിരുന്നു. ആൻഡ് ഇത്ര കാലത്തിന് ശേഷം അതേ വൈബ് ആ ലൂസിഫറിൽ നമ്മൾ എവിടെ മിസ് ചെയ്തോ അതേ വൈബ്, അതിനേക്കാളും ഒരു 1000 മടങ്ങ് തരാൻ പോകുന്ന ഒരു മൂവിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ ഒരു ടീസറിൽ വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മൂവിയിൽ എന്താണോ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഒന്നുമില്ല. ഒരു ക്യാരക്ടർ റിവീൽ ഉണ്ട്, പിന്നെ കുറെ കാര്യങ്ങൾ ആ ഒരു ക്യാരക്ടറിനെ കണക്ട് ചെയ്ത് പോകുന്ന കുറെ കാര്യങ്ങൾ കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് മതി, ഇനി ട്രെയിലറും കാര്യങ്ങളും ഒന്നും വേണ്ട. നേരെ പോകുന്നു മാർച്ച് 27 ഫസ്റ്റ് ഷോ. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ആൻഡ് ഈ ഒരു മൂവിനെ കുറിച്ച് റീസെന്റ് മുരളി ഗോപിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ ലൂസിഫറിൽ കണ്ടതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ അല്ല, ഇതൊരു പക്ക സ്റ്റാൻഡ് അലോൺ ആയിട്ടാണ് മൂവി വരുന്നത്. കാരണം ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് ഇനി അടുത്ത 2 മൂവീസ്, ടോട്ടൽ ഓഫ് 3 മൂവീസ് ആണ് ഈ ഒരു എമ്പുരാൻ ഫ്രാഞ്ചൈസിലോട്ട് വരുന്നത്. സോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. ഇനി വേറെ ഒരു അപ്ഡേറ്റും വേണ്ട, പോസ്റ്ററോ ട്രെയിലറോ ഒന്നും വേണ്ട. കാരണം വേറെ നല്ല തുറന്നു പറയാം, ഇത് തന്നെ മനസ്സ് നിറച്ചിട്ടുണ്ട്. അമ്മാതിരി ലെവലായിട്ട് വരുന്നത്. എന്താണോ പ്രതീക്ഷ അതിനേക്കാളും ടോപ്പിൽ കൊണ്ട് നിർത്തിയിട്ടുള്ള ഒരു ടീസർ ആയിരുന്നു മാൻ. അത് കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ കിഡിലോ ആയിരുന്നു. ആൻഡ് ഓരോ ഫ്രെയിംസും, അതാണ് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ഇങ്ങനെ റിപ്പീറ്റ്ലി ആ ഓരോ ഫ്രെയിംസും കാണാൻ വേണ്ടിയിട്ട്. കാരണം അമ്മാതിരി ഫ്രെയിംസ് ആയിരുന്നു. ഒരു പക്ക ഹോളിവുഡ് മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു വിഷ്വൽ പ്രസന്റേഷൻ ഉണ്ടല്ലോ, ആ ലെവലായിരുന്നു ഈ ടീസർ. വെറും 2 മിനിറ്റുള്ള ഒരു ടീസറിന്റെ ഒരു എഫക്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഐ എം സോ ഡാം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി. സോ എന്തായാലും മാർച്ച് 27 കാണാം. ഓൾറെഡി ഈ ഒരു ടീസർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.